ലയോ 14 പാപ്പ ദൈവം കാലഘട്ടത്തിന് നൽകിയ സ്നേഹ സമ്മാനം. 2 വാക്കുകൾ കൊണ്ട് അദ്ദേഹം തൻ്റെ പേപ്പസിയെ നിർവചിച്ചു കഴിഞ്ഞു. 2025 മെയ് 8 കത്തോലിക്കാ സഭയുടെ 267 അമരക്കാരനായി വത്തിക്കാൻ ചത്വരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാപ്പ പറഞ്ഞത് സമാധാനം എന്ന വാക്കാണ്. മെയ് 18 തൻ്റെ ഔദ്യോഗിക പദവി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സ്നേഹം എന്ന വാക്കാണ്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളിൽ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച ലയോ 14 പാപ്പ ഈ 2 വാക്കുകളിലൂടെ ദൈവവിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ഒരു പുതിയ മാനവികതയുടെയും വിപ്ലവ ധ്വനികൾ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. നിങ്ങളോടൊപ്പം നടന്ന് സ്നേഹത്തിലൊന്നായി മുന്നേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വേണ്ടത് സമാധാനമാണ്, ഐക്യമാണ്. ഒരു പുതിയ ലോകം ഐക്യത്തിലൂന്നി സ്നേഹത്തിൽ തഴച്ചു വളരുന്ന ഒരു കുടുംബാരൂപിയിൽ ആയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവ സ്നേഹ ചൈതന്യമായിരിക്കണം നമ്മുടേത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇൻ ദ വൺ വി ആർ വൺ. അതാണ് അദ്ദേഹത്തിൻ്റെ മോട്ടോ. തിന്മയുടെയും മരണത്തിൻ്റെയും കരാളഹസ്തത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ദൈവം ഇടപെടൽ നടത്തും. അതുകൊണ്ട് ഭയപ്പെടാതെ, ഇടറാതെ നമുക്കൊരുമിച്ച് മുന്നേറാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹ ആഹ്വാനം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഇരുളിനെയും മരണത്തെയും പരാജയപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ തിരുവുത്ഥാന സമാധാനം, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ കൂരിരുളിനെ നീക്കാനുള്ള ദൈവത്തിൻ്റെ നിയോഗവും വിളിയും എന്ന് അദ്ദേഹം അടിവരയിടുന്നു. പ്രത്യാശയോടെ കണ്ടുമുട്ടലുകളിലൂടെയും സംവാദങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും പാലം പണിത് മുന്നേറാൻ നമ്മളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ദൈവസ്നേഹത്തെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു കൊണ്ടുള്ള ഒരു തീർത്ഥാടനവും ഒരു തിരിച്ചറിവും ഒരു തിരിച്ചു നടത്തവും നമുക്കാവശ്യമാണെന്ന് അദ്ദേഹം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സന്യാസ പാരമ്പര്യത്തിൽ സമർപ്പിതനായ അദ്ദേഹം സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ സംശുദ്ധ പാരമ്പര്യങ്ങളും കൃത്യമായി തിരിച്ചറിയുകയും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളിൽ പ്രത്യുത്തരമായി അതിനെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ ദൈവശാസ്ത്ര അടിത്തറയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഭയ്ക്ക് ഒരു പുതിയ മാനവും മുഖവും കാണിച്ചുകൊണ്ടുള്ള കരുണയുടെയും ലാളിത്യത്തിൻ്റെയും സന്ദേശവും ഒരുമിപ്പിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ചേരുംപടി ചേർച്ചയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്നേഹസമ്മാനമാണ് ലയോ 14 പാപ്പ. സംസ്കാര വൈവിധ്യങ്ങളെയും ബഹുസ്വരതകളെയും വേണ്ട വിധത്തിൽ സമന്വയിപ്പിക്കാൻ നമുക്കാകണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തു ഒരു സൂപ്പർമാനായിട്ട് കാണപ്പെടേണ്ട വ്യക്തിയല്ല. മറിച്ച് വിശ്വാസത്തെക്കാൾ സാങ്കേതിക വിദ്യയും പണവും ആധിപത്യവും ലൗകിക സന്തോഷങ്ങളും പകരം പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്തു സാന്നിധ്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും മാറിപ്പോകുന്നു എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ദൈവവിശ്വാസമില്ലായ്മയാണ് മനുഷ്യജീവനോടുള്ള അനാദരത്തിനും കാരുണ്യരാഹിത്യത്തിനും കാരണം എന്നോർമ്മിപ്പിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അത് അവസരങ്ങളാണ്, എന്നാൽ അതേസമയം അപകടമാർഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തിരിച്ചറിവും ജാഗ്രതയും കൂടെ ഉണ്ടായിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ എന്നോർമ്മിപ്പിക്കുന്നു.
വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പാഠം. ശ്രവിക്കുന്ന ഒരു സഭ, പാവങ്ങളോട് പക്ഷം ചേർന്ന് നിൽക്കുന്ന ഒരു സഭ എന്നും അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. ആന്തരികതയ്ക്കും വിനയത്തിനും ഐക്യത്തിനും എന്നും സഭ മുന്നിലുണ്ടാവണം. ക്രിസ്തു അറിയപ്പെടാനായിട്ട് സ്വയം ചെറുതാകണം. അവനെ അറിയിക്കാനായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. ഒരിക്കലും ഇങ്ങനെയൊരു സഭയിൽ തിന്മ പ്രബലപ്പെടില്ല. കാരണം നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ കുടുംബാരൂപിയിലാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പാപ്പ. ഈ ഭൂമിയുടെ സ്രോതസ്സുകളെ നശിപ്പിക്കുന്ന, കൊള്ളയടിക്കുന്ന സ്വഭാവം നമ്മളിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അങ്ങനെ നമ്മളെല്ലാവരും സൃഷ്ടപ്രപഞ്ചത്തോട് ചേർന്ന് തന്നെ ഒരുമിച്ച് സ്നേഹത്തിലൊന്നായി ദൈവത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു തീർത്ഥാടനത്തിൻ്റെ സൗന്ദര്യവും ലാവണ്യവും അതിൻ്റെ ചൈതന്യവും പേറിക്കൊണ്ട് മുന്നേറാം എന്ന് കാലഘട്ടത്തോട് കർമ്മധീരനായി ലയോ 14 പാപ്പ.